നമസ്കാരം. ഡൽഹിയിലെ ചെങ്കോട്ട ഭീകരാക്രമണത്തിന് ശേഷമാണ് കേന്ദ്ര ഏജൻസികൾ ഒരു കാര്യം മനസ്സിലാക്കിയത്. നമ്മുടെ രാജ്യത്ത് വൈറ്റ് കോളർ എന്നൊരു സംഭവമുണ്ട്. അതായത് പാകിസ്ഥാനിൽ നിന്നടക്കം ISIയും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ പുതിയതായി രൂപം കൊടുത്ത ഒരു സംഘടന വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതാണ് ഈ വൈറ്റ് കോളർ സംഘടന എന്ന് പറയുന്നത്. അതിൽ ഈ ഡോക്ടർമാര്, എഞ്ചിനീയർമാർ ഉൾപ്പെടെ റെപ്യൂട്ടേഷനോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരുപാട് ജോലിക്കാർ അല്ലെങ്കിൽ IT ഫീൽഡിലുള്ളവരൊക്കെ ഈ വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഭാഗമാണ്. നമുക്ക് ഇവർ തീവ്രവാദവുമായി ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ തീവ്രവാദത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യുന്നവരാണോ എന്നൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അങ്ങനെ ഡൽഹിയിൽ എല്ലാ ദിവസങ്ങളും ഒരു വലിയ രീതിയിലുള്ള ഒരു പരിശോധന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭാഗത്ത് നിന്നും ആർമിയുടെ ഭാഗത്ത് നിന്നും ഡൽഹി പോലീസിന്റെയൊക്കെ ഭാഗത്ത് നിന്നും സ്പെഷ്യൽ സെല്ലിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട്. നിലവിൽ ഡൽഹി അതിർത്തിയിൽ നിന്ന് ലഷ്കർ ഇ തോയ്ബ പ്രവർത്തകരെന്ന് സംശയിക്കുന്ന ഒരാളെയാണ് ഡൽഹിയിലെ സ്പെഷ്യൽ സെല്ല് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതി ഷബീർ അഹമ്മദ് ആണ് എന്ന് ഡൽഹി പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് വിവരം. ഇയാൾ ഒരു സ്ലീപ്പർ സെൽ നെറ്റ്വർക്കിന്റെ ഭാഗമായാണ് ഡൽഹിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഷബീർ അഹമ്മദ് രഹസ്യമായി പ്രവർത്തിച്ചിരുന്നുവെന്നും ദേശവിരുദ്ധ പ്രചാരണം നടത്തുന്നതിൽ പങ്കാളിയാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. രാജ്യത്ത് അശാന്തി സൃഷ്ടിക്കുന്നതിനും പൊതുജനവികാരത്തെ വ്രണപ്പെടുത്തുന്നതിനുമായി ഇയാൾ നിരവധി സ്ഥലങ്ങളിൽ ആക്ഷേപകരവും ഇന്ത്യാവിരുദ്ധവുമായ പോസ്റ്ററുകൾ ഇയാൾ ഒട്ടിച്ചതായി ആരോപിക്കപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ നിർദ്ദേശപ്രകാരമാണ് മൊഡ്യൂൾ വികസിപ്പിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. 2026 ഫെബ്രുവരി 8-ന് സുപ്രീം കോടതി മെട്രോ സ്റ്റേഷനിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ CISF നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് ഇയാളുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ജൻപത് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ പ്രകോപനകരവും ഇന്ത്യാവിരുദ്ധവുമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പോസ്റ്ററുകൾ കണ്ടെത്തിയത് ഗുരുതരമായ സുരക്ഷാ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. BNS അതോടൊപ്പം തന്നെ DPDP ആക്ട് എന്നിവയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് സ്പെഷ്യൽ സെൽ ഗ്രൗണ്ടും ഇന്റലിജൻസും സാങ്കേതിക നിരീക്ഷണവും സംയോജിപ്പിച്ച് വിപുലമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. നിരവധി സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന ഒരു സുസംഘടിതമായ ലഷ്കർ ഇ തോയ്ബ മൊഡ്യൂൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരിയിൽ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും സ്പെഷ്യൽ സെൽ റെയ്ഡുകൾ നടത്തുന്നുണ്ട്. വ്യാജ ഐഡന്റിറ്റികൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ താമസിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന നിരവധി ബംഗ്ലാദേശി പൗരന്മാർ ഉൾപ്പെടെ നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്തു. മൊബൈൽ ഫോണുകൾ, വ്യാജ തിരിച്ചറിയൽ രേഖകൾ, ബാങ്ക് കാർഡുകൾ, പാകിസ്ഥാൻ അനുകൂല പോസ്റ്ററുകൾ തുടങ്ങിയ കുറ്റകരമായ വസ്തുക്കൾ തിരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ ചെങ്കോട്ട കൂടാതെ മതപരമായ സ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സെൻസിറ്റീവ് സ്ഥലങ്ങളുടെ നിരീക്ഷണം കാണിക്കുന്ന വീഡിയോകളും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഷബീർ അഹമ്മദ് വിദേശത്ത് നിന്നാണ് പ്രവർത്തിക്കുന്നത്. സംഘത്തിന്റെ പ്രധാന മൊഡ്യൂളുകളിൽ ഇയാൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ തീവ്രവാദ റിക്രൂട്ട്മെന്റുകൾ, പോസ്റ്റർ ക്യാമ്പയിനുകൾ അതൊക്കെ ഏകോപിപ്പിക്കുന്ന ചുമതല, സാധ്യതയുള്ള ലക്ഷ്യങ്ങളുടെ നിരീക്ഷണം, അത് ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടുള്ള പല സ്ഥലങ്ങളും ഇയാൾ നിരീക്ഷണത്തിന് ആളുകളെ ചുമതലപ്പെടുത്തുന്നുണ്ട്. വ്യക്തികളെയും പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റക്കാരെ റിക്രൂട്ട് ചെയ്തും പ്രചാരണം മുതൽ രഹസ്യാന്വേഷണ സാധ്യമായ ഭീകര ആസൂത്രണം വരെയുള്ള ജോലികൾ അവർക്ക് നൽകിക്കൊണ്ട് ശൃംഖല വികസിപ്പിക്കുന്നതിൽ ഇയാൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇയാൾക്കൊരു സ്ഥലത്തിൽ നിന്നുകൊണ്ട് പല നെറ്റ്വർക്കുകൾ ഇയാൾ ഏകോപിപ്പിക്കുന്നുണ്ട്. കൂടാതെ പ്രധാന സ്ഥലങ്ങൾ, അതായത് ആളുകൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും VVIP പങ്കെടുക്കാൻ കൂടുതൽ സ്ഥലങ്ങളുള്ള പ്രദേശങ്ങളൊക്കെ ഇയാളുടെ ആളുകളെ വെച്ച് തന്നെ അവിടെ ഒരു അന്വേഷണം നടത്തുന്നു. എന്നിട്ട് വിവരങ്ങളെല്ലാം തന്നെ രഹസ്യാത്മകമായി തന്നെ ഇയാൾ ചോർത്തിയെടുക്കുന്ന പല നെറ്റ്വർക്കിന്റെയും ഉടമയാണ് ഇയാളെന്നാണ് ഡൽഹിയിലെ സ്പെഷ്യൽ സെൽ ഇപ്പോൾ പറയുന്നത്.